ഞാനിപ്പോൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഫാൽക്കൺ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽജിയത്തിലുള്ള ഒരു റെഡ് ലൈറ്റ് ഏരിയ ആണ് കേട്ടോ ഈ ഫാൽക്കൺ എന്ന് പറയുന്നത്. അതായത് ആൻവേർപ്പിലുള്ള ഒരു റെഡ് ലൈറ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല, എന്നാലും പറ്റാവുന്ന വിധത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഫാൽക്കൺ സ്ട്രീറ്റിലാണ് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ ഒരു ബോർഡ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ. കൂടുതൽ ആളുകളൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഇന്ത്യക്കാരുടെ പാകിസ്ഥാൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ ഇന്ത്യൻ ഫുഡ്സ്, പാകിസ്ഥാനി ഫുഡ്സ് ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഫുഡ്സ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് എന്ന് വെച്ചാൽ റോഡ് വളരെ ചെറുതായിട്ട് വരുന്നതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ ചെറിയ റോഡൊന്നുമല്ല, അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. അതായത് ആൻവേർപ്പ് സെൻട്രലിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ ദൂരം മാത്രമാണ് ഇവിടത്തേക്ക് വരുന്നത് കേട്ടോ. വണ്ടിയിലാണെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും. ഞങ്ങൾ നടന്നിട്ടാണ് വന്നത്. അപ്പോൾ നടന്നിട്ട് വരുന്ന മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷ്വൽസ് സൈഡിലൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം നടക്കുകയാണ് ചെയ്യൽ കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി പൈസ ലാഭിക്കാം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ടൈമില്ലെങ്കിൽ, കയ്യിൽ സ്ഥിര സമയമില്ലെങ്കിൽ നമുക്ക് ടാക്സിയിൽ കയറിയിട്ട് പെട്ടെന്ന് എത്താൻ. അതിനൊക്കെ വെച്ചാൽ വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ടാക്സി മാക്സിമം ഒഴിവാക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ മാക്സിമം ആയിട്ടും ഒരു സന്ധ്യക്ക്, അതായത് രാവിലെ ഒന്നും ഇവിടെ അത്ര ഒരു ആൾക്കൂട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. സന്ധ്യ സമയത്താണ് ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നത് കേട്ടോ. ശരിക്കുള്ളൊരു എന്താ പറയണ്ടേ, ഒരു റിയൽ പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്റർ എന്ന് തന്നെ പറയാം. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആംസ്റ്റർഡാമിനെ പറ്റിയുള്ളത്. പക്ഷേങ്കിൽ ആംസ്റ്റർഡാമിൻ്റെ അത്ര ക്രൗഡ് ഏരിയ ഒന്നല്ല ഇത്. എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ക്യാമറ ഇവിടെ അലൗഡ് അല്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ മിസ്റ്റേക്ക് പറ്റി കേട്ടോ. ക്യാമറ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എടുത്തത്. എങ്ങനെയാണ് സംഭവം എന്ന് അറിയേണ്ടിയിട്ടായിരുന്നു ഇതിൻ്റെ അടുത്തേക്ക് പോയിരുന്നത്. അപ്പോൾ ക്യാമറ എടുത്ത് പിടിച്ചു പോയപ്പോൾ തന്നെ ആളുകൾ അവിടുന്ന് ഒരു എന്താ പറയുക ശക്തമായിട്ടുള്ള വാർണിംഗ് തന്നു. അപ്പോൾ ബെൽജിയത്തിലെ ആൻവേർപ്പിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ.